ഞാൻ 17-ാമത്തെ വയസ്സിൽ തുടങ്ങി തല്ലുകൊള്ളാൻ തുടങ്ങിയതാണ്. കുന്നുകര സ്കൂളിൽ വെച്ച് CPM കാരുടെ തല്ലുകൊണ്ട് പോലീസിന്റെ ലാത്തി ചാർജ്, കൊടുങ്ങല്ലൂർ പാർട്ടി ഓഫീസിനകത്ത് കിടന്ന് പോലീസിന്റെ ലാത്തി ചാർജ് കൊണ്ടു. നിരവധി തവണ ലാത്തി ചാർജിന് ഇരയായി, പോലീസ് മർദ്ദനത്തിനിരയായി ഒക്കെ വന്ന് ഈ പാർട്ടിക്ക് വേണ്ടി ഒന്നുമില്ലായ്മ. ഇന്ദിരാഗാന്ധി അറസ്റ്റ് ചെയ്തപ്പോൾ മേനക പോസ്റ്റ് ഓഫീസിന്റെ മുമ്പിൽ കിടന്ന് തല്ലുകൊണ്ട നിരവധി കോൺഗ്രസ് നേതാക്കന്മാരിൽ ഒരു കേസുകാരാണ് ഞാൻ. അങ്ങനെയൊക്കെ വന്ന ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഇങ്ങനെ സ്വപ്നം കാണാൻ കഴിയൂ. ആ സ്വപ്നം യഥാർത്ഥമാകട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഈ നമ്മൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്ന ഈ 3 പേരും അങ്ങനെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെ വന്നവർ തന്നെയാണ്. എല്ലാവരും അതിൻ്റെ ആയിരിക്കാം. ഞാൻ പറഞ്ഞതാണ്, ആരുടെയൊക്കെ പേരാണ് വരുന്നതെന്ന് എനിക്ക് അറിയില്ലോ. ഇപ്പോൾ ഏത് ആ വ്യക്തിക്ക് മുഖ്യമന്ത്രി ആകാമല്ലോ. കുറെ ആളുകൾ പറയുന്നു K. സുധാകരൻ മുഖ്യമന്ത്രി ആകട്ടെ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് കഴിഞ്ഞ ദിവസം ഞാൻ കാണുകയാണ്. ഷാഫി പറമ്പിലാണ് അടുത്ത മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഞാൻ കാണുകയുണ്ടായി. അതൊക്കെ തീരുമാനിക്കേണ്ടത് വേറെ ആളുകളാണ്. അത് തീരുമാനിക്കാനുള്ള അർഹതയോ അവകാശമോ ഉള്ള ഒരാളല്ല ഞാൻ. അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. ആര് മുഖ്യമന്ത്രിയായാലും പ്രശ്നമില്ല, അത് തീരുമാനിക്കേണ്ടത് നേതൃത്വമാണ്. തൻ്റെ സ്വപ്നം മാത്രമാണ് പങ്കുവെച്ചത്. അതൊരു അനാവശ്യ ചർച്ചകൾക്ക് വഴിവെക്കേണ്ട ഒരു ആവശ്യമില്ല എന്നതാണ് അജയ് തറയിൽ പറഞ്ഞു വെക്കുന്നത്. പക്ഷെ ഞാൻ പങ്കുവെച്ചത് എൻ്റെ ഒരു സ്വപ്നമാണ്. എൻ്റെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് ഈ പാർട്ടിക്ക് വേണ്ടി വർഷങ്ങളായി തല്ലുകൊണ്ട് ജയിൽവാസം അനുഭവിച്ച് ലാത്തിച്ചാർജിനിരയായി ജയിൽ കേസിൽ പ്രതിയായി ജലബീരങ്കിയുടെ വെള്ളം വീണ് എത്രയോ പെൺകുട്ടികളടക്കം എത്രയോ പാവപ്പെട്ട ആളുകൾ, അങ്ങനെയുള്ള ആളുകളെ ശ്രദ്ധിക്കാതെ, അങ്ങനെയുള്ള ആളുകൾക്ക് അവസരം കൊടുക്കാതെ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയുടെ മാത്രം പിറകെ പോകുന്ന സംവിധാനം ശരിയല്ല. അതുകൊണ്ട് അങ്ങനെ പോരാട്ടങ്ങളിലൂടെ വന്ന യുവജന വിദ്യാർത്ഥി സമര പദങ്ങളിലൂടെ വന്ന ഒരു നേതാവായിരിക്കണം മുഖ്യമന്ത്രി ആകേണ്ടത് എന്ന് എന്നെ പോലെ ഉള്ള ഒരാൾ ആഗ്രഹിക്കാം.